കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ചെറുക്കളം നാഗം സ്വദേശിയായ നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. 15 കുട്ടികൾക്ക് പരുക്കേറ്റെങ്കിലും ആരുടെയും പരുക്ക് ഗുരുതരമല്ല. പരുക്കേറ്റവരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സന്ദർശിച്ചു. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. വിദ്യാർത്ഥികളെ കയറ്റി പോവുകയായിരുന്ന കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞത്. ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും നേദ്യ മരിച്ചിരുന്നു. കുത്തനെയുള്ള ഇറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ നിസാമുദ്ദീൻ പറഞ്ഞു. വലിയൊരു ഇറക്കമായിരുന്നു. ആ ഇറക്കം ഇറങ്ങി ഏകദേശം ഇറക്കം കഴിയാനാകുമ്പോഴത്തേക്ക് പിന്നെ ഒടിഞ്ഞ ടേണിംഗ് ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ബസ്സിന് ബ്രേക്ക് പോകുന്നത്. ബസ് പോയി ഇത് ഡൗൺ ആയി തന്നെ പിന്നെ ഞാൻ ഗിയർ എങ്ങനെയെങ്കിലും ഹൈ ഗിയർ അങ്ങനത്തെ ചേഞ്ച് ഒന്നും നടന്നിട്ടില്ല. അപ്പോഴത്തേക്കും ബസ് താഴേക്ക് ഞാൻ ഓടിച്ച് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു, ഒരു സൈഡിലേക്ക് ചാർന്ന ദിവസം നടന്നിട്ടില്ല. അപ്പോഴത്തേക്കും വണ്ടി കേട്ട് മറിയാനുണ്ടായിരുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക പരിശോധനയിൽ യന്ത്രത്തകരാർ കണ്ടെത്തിയിട്ടില്ലെന്നും ഡ്രൈവറുടെ അശ്രദ്ധ സംശയിക്കുന്നതായും എൻഫോഴ്സ്മെന്റ് RTO MP റിയാസ് പറഞ്ഞു. യന്ത്രത്തകരാറില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. കാരണം പിന്നെ അതേപോലെ പുറമേ കാണാനുമില്ല. വണ്ടിയുടെ ഫിറ്റ്നസ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് അവസാനിച്ചത്. പക്ഷേ പ്രത്യക്ഷത നോക്കുമ്പോൾ അതിൻ്റെ അണ്ടർ ബോഡിയൊക്കെ ഓക്കെയാണ്. നമുക്ക് പുറമേ കാണാനുള്ള ഡിഫക്റ്റ് ഒന്നും അതിൽ ഇല്ല. അതിന് കൂടുതൽ അത് ഇപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. ആ സൗണ്ട് കേട്ടത് അവിടുന്ന് നാട്ടുകാർ പറഞ്ഞ് അവിടെ ഒരു തിട്ടിയിലിടിച്ച സൗണ്ടാണെന്നാണ്. ചിലപ്പോൾ കൺട്രോൾ പോയിട്ടാവാം എന്ന് തോന്നുന്നു. അവിടുന്ന് മുതലാണ് മാർക്കിങ് കാണുന്നത്. ബാക്കി ഈ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ സ്റ്റെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപകടം നടക്കുമ്പോൾ 20 വിദ്യാർത്ഥികളും ജീവനക്കാരിയായ ആയയുമാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആശുപത്രിയിൽ സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.